കൊള്ളാം. ഇതൊക്കെ ഇങ്ങനെയായിരുന്നു ജിദ്ദാസ്. അതാണ് അലവലാതി. നമ്മളെല്ലാ വീഡിയോസും ഷോർട്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വിപരീതമായിട്ട് നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് തന്നെയാണ്. അതിലൊരു കാരണമുണ്ട്, ഞങ്ങൾക്ക് ഒരു ഓവൻ സമ്മാനമായിട്ട് കിട്ടി. അപ്പൊ അതിലൊരു പരീക്ഷണം നടത്താൻ പോണതാണ്. പരീക്ഷണം നടത്താൻ പോണത് വേറെ ആരും അല്ല, ഇവളാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഷവായി ചിക്കൻ ഉണ്ടാക്കാൻ പോണേണ് അല്ലെ? ഷവായി ചിക്കൻ ആവോ ഷവമായി ചിക്കൻ ആവോന്ന് കണ്ടറിയണം. എന്തായാലും വാ. അപ്പൊ അതിന് എന്താണ് പരിപാടി? അമൃത, അത് തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. നമുക്ക് മസാലയിൽ കയറി പിടിക്കാൻ അല്ലേ? നമുക്ക് ഓവനിൽ വെച്ച് വലിയ പരിചയമില്ലല്ലോ. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാ ഈ ചിക്കൻ ആ ഓവനുള്ളിൽ കയറോ? സംശയമില്ലാതില്ല. നമുക്ക് കിട്ടിയ ഓവനില്ലേ, അത് 30 ലിറ്ററാണ്. ഒരു വലിയ സൈസ് കോഴി അതിൽ കയറോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ വിടോ രാത്രി 11:30 മണിയായെങ്കിലും ഷവായി കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിയുള്ളൂ. സത്യത്തിൽ ഈ വീഡിയോ കണ്ട ആരും ഷവായി ചിക്കൻ ഉണ്ടാക്കരുത്, അതൊരു റിക്വസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ മസാല ഉണ്ടാക്കിയ രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം കോഴി ഇതുപോലെ നല്ല ആഴത്തിൽ വരഞ്ഞ് മാറ്റി വെക്കണം. പിന്നീട് സവാള, കുറച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, അല്പം നാരങ്ങാനീര്, ലേശം മല്ലിയില, പിന്നെ ഉപ്പും കൂടി ചേർത്ത് നല്ല തിക്കായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ചിക്കൻ്റെ കറക്റ്റ് വെയിറ്റ് അറിയാത്ത കാരണം അളവൊന്നും പറയാറില്ല. അപ്പോൾ നമുക്ക് മസാല ചിക്കനിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കാം. ആ വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം, എന്നാലും മസാല ഇറങ്ങുള്ളൂ ശരിക്കും. അതിനിടയ്ക്ക് ഞാൻ അവളോടൊന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓവനിൽ ചെയ്യുന്നതുകൊണ്ട് കഴുത്തും കൈയും പിന്നെ 2 കാലും നന്നായിട്ട് കട്ടിയുള്ള നൂലും കൊണ്ട് കെട്ടിക്കൊടുക്കണം. ഇതിപ്പോൾ ഓവനിലല്ല കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ മസാല വെച്ച് തന്നെ നമുക്ക് കുക്കറിൽ നല്ല ടേസ്റ്റിൽ ഈ ഷവായി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ ഓവൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ കെട്ടൊക്കെ വേണ്ടി വരും. അങ്ങനെ കോഴിയൊക്കെ കെട്ടി ഇനി ഇത് കുറഞ്ഞ് 4 മണിക്കൂറെങ്കിലും വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ നൈറ്റ് വെക്കേണ്ടതാണ്. ഞങ്ങൾ ഏകദേശം 8 മണിക്കൂറോളം അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പണി ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. ഞങ്ങളൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ റോഡിലേക്ക് ചിക്കൻ ഫിറ്റ് ചെയ്ത് കൊടുക്കണേണ്. എന്നിട്ട് ഇത് ഓവനിലേക്ക് വെക്കണം. അപ്പോൾ ഇത് കിടന്ന് കറങ്ങി എല്ലാ വശവും നന്നായി വെന്ത് കിട്ടും. പക്ഷേ അവിടെയാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത്. ഈ ഓവനിൽ വെച്ചിട്ട് റൊട്ടിസീറി എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ റോഡ് റൊട്ടേറ്റ് ചെയ്യും, പക്ഷേ ചിക്കൻ മാത്രം കറങ്ങിയില്ല. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചിക്കൻ കറങ്ങുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഒരു മീഡിയം സൈസ് ചിക്കൻ വേണം വെക്കാൻ. രണ്ടാമത്തെ കാര്യം, ആ റോഡ് വെച്ചത് തിരിഞ്ഞുപോയി. അതുകൊണ്ടാണ് സത്യത്തിൽ ആ ചിക്കൻ കറങ്ങാഞ്ഞത്. ടൈം ഇങ്ങനെ പോണതുകൊണ്ട് മാനുവൽ യൂട്യൂബൊക്കെ നോക്കി റോഡ് തിരിച്ചാണ് വെച്ചതെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്ന ഞാൻ കണ്ടത് അടുക്കളയിൽ അമ്രുവും വിജയും കൂടി ആ ചിക്കൻ എടുത്ത് പീസായി കണ്ടം മുണ്ടം വെട്ടി വെച്ചേക്കണം. അടിപൊളി. എന്തായാലും ചിക്കൻ ഞങ്ങൾ ട്രെയിലാക്കി ഓവനിൽ കയറ്റി. ബാക്കി വന്നത് കബാബ് ഉണ്ടാക്കുന്ന പോലെ ആ റോഡിലേക്ക് കുത്തി അതും ഓവനുള്ളിലേക്ക് കയറ്റി. ഇനി ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് സെറ്റ് ചെയ്യാൻ പോണേ. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂർ വേണം ഇതൊന്ന് സെറ്റാവാൻ. അപ്പോൾ ബാക്കി വന്ന ചെറിയ കുഞ്ഞു പീസുകളൊക്കെ അമൃത എടുത്ത് ഓയിലിട്ട് വറുത്തെടുക്കണേ. എന്നിട്ട് അമൃത തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേണ്. ആ നേരത്ത് വിജയ് അരും കൂടി പോയി കുബൂസും ചപ്പാത്തിയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു. എന്നിട്ട് അത് ചട്ടിയിലിട്ട് ചൂടാക്കിയെടുത്ത് പിന്നെ അമൃവിൻ്റെ വക ഒരു സ്പെഷ്യൽ ചമ്മന്തിയും വിജയ് ഒരു മയോണൈസും കൂടി അടിച്ചെടുത്ത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളിത് ചിക്കൻ പുറത്തിറക്കണേണ്. ഒരു കാര്യം പറയട്ടെ, ചിക്കൻ്റെ വെള്ളമൊക്കെ ശരിക്കും ഇറങ്ങിപ്പോയി. നമ്മളടക്കൊന്ന് ചൂട് കൂട്ടി വെച്ച്, അപ്പോൾ നന്നായിട്ട് അതിൻ്റെ നീരിറങ്ങിപ്പോയി. ആദ്യം റോഡിലെ ചിക്കൻ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ മെയിൻ പീസുകളെല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ അതെ നമ്മളെല്ലാം കൂടി ടേബിളിലേക്ക് നിരത്തണേണ്. അപ്പോൾ ഇവിടെ ഉള്ളത് അരുണ്ട്, വിജയുണ്ട്, അനന്തുണ്ട്, പിന്നെ ഞാൻ, അമ്രു, അച്ഛനും അമ്മയെല്ലാം കിടന്ന്. കാര്യം ഒരു ഫുൾ ഷവായി ടേബിളിൽ വെച്ച് കടിച്ചു പറിച്ച് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായെങ്കിലും അത് നടന്നില്ല. എന്തായാലും ഭക്ഷണമല്ലേ, പിന്നെ അത്ര തെറ്റ് പറയാനൊന്നും പറ്റില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടായി. പക്ഷേ ഇതുപോലെ നിങ്ങളാരും വീട്ടിലുണ്ടായി കഴിക്കരുത്. പ്രോപ്പറായിട്ട് ഓവൻ യൂസ് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ഉണ്ടാക്കുക. ഇത് തന്നെ നന്നായിട്ട് നമുക്ക് കുക്കറിലുണ്ടാക്കാം. അതുകൂടി ഒന്ന് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ അമ്രുവിൻ്റെ നാട്ടിലേക്ക് പെരുമ്പളത്തേക്ക് പോയായിരുന്നു. അതുകൊണ്ടാണ് ഒരു 3-4 ദിവസം അടുപ്പിച്ച് വീഡിയോ ഇടാൻ പറ്റായിരുന്നത്. എന്തായാലും ആ വീഡിയോ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഇതേ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയതും അവിടുത്തെ വിശേഷങ്ങളും അവിടെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയതും അവിടുത്തെ ഗ്രാമത്തിലെ വിശേഷങ്ങളും അതെല്ലാമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. 2.5 കിലോ മേലുണ്ടല്ലേ?